കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. വിശേഷാൽ കുഞ്ഞുങ്ങളുടെ പരിപാടികൾക്കായി പ്രത്യേകം ക്ഷണിക്കപ്പെട്ട റെനി സഹോദരനെയും ജോളി സഹോദരിയെയും ഞങ്ങൾ പ്രത്യേകമായിട്ട് വന്ദനം പറയുന്നു. 1500കളിലാണ് നവീകരണം ആരംഭിക്കുന്നത്, റിഫർമേഷൻ. അതിൽ ഒരു തിരികൊളുത്തിയ സംഭവം സെയിൽ ഓഫ് ഇൻ്റലിജൻസ് അല്ലെങ്കിൽ പാപമോചന ചീട്ടിൻ്റെ വിൽപ്പന എന്ന സംഭവമാണ് അതിന് ഒരു പ്രചോദനമായിട്ട് വന്നത്. ജോഹാൻ ടെറ്റ്സൽ എന്ന് പറയുന്ന ഒരു കത്തോലിക്ക പാതിരി, അദ്ദേഹം പറഞ്ഞ ഒരു പ്രസ്താവന കുപ്രസിദ്ധമാണ് നമ്മളുടെ ഇടയിൽ. കത്തോലിക്കരത് എങ്ങനെയാണ് കണക്കാക്കുന്നത് എനിക്കറിയത്തില്ല. എന്നാൽ അദ്ദേഹം പറഞ്ഞത്, ഈ പാപമോചന ചീട്ടിന് വാങ്ങിക്കുന്നതിനുള്ള കാശ് കൊടുക്കണമല്ലോ, ആ കാശ് കൊടുത്ത് ആ കാശ് നേർച്ചപ്പെട്ടിയുടെ അടിയിൽ മുട്ടുന്ന സമയത്ത് ഠിൻ എന്ന് അതങ്ങനെ താഴോട്ട് വീഴുമ്പോൾ ആ സമയത്ത് തന്നെ പർഗറ്ററിയിൽ നിന്ന് ആത്മാക്കൾ, ആർക്ക് വേണ്ടിയാണോ ഈ കാശ് കൊടുത്തത്, ഠിൻ എന്നുള്ള ശബ്ദത്തോടുകൂടെ സ്വർഗത്തിലേക്ക് പോകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വെൻ ദ മണി ഇറ്റ് ഡ്രോപ്സ് ടു ദി ബോക്സ് with the sound of its dropping, the soul will be liberated from purgatory എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ മാർട്ടിൻ ലൂഥറിനൊക്കെ ഭയങ്കര സങ്കടമായിപ്പോയി കേട്ടോ. അപ്പോൾ അദ്ദേഹം ദൈവവചനത്തിലേക്ക് ദൈവമക്കൾ വരണം എന്നതിന് ഒരു വലിയ പ്രചോദനമായിട്ട് ഈ സംഭവം വരുന്നു. ഇന്നും സെയിൽ ഓഫ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് കത്തോലിക്ക സഭയുടെ ഉപദേശമാണ്. അവർ വിൽക്കുന്നില്ല എന്നുള്ള കാര്യം ശരിയാ, പക്ഷേങ്കിൽ പാപമോചനത്തിനുള്ള അവകാശം സഭയ്ക്കുണ്ട്. കാശ് കൊടുത്താൽ നമുക്കത് വാങ്ങിക്കാം എന്ന ആശയം അവർ ഉപേക്ഷിച്ചിട്ടില്ല, അവരങ്ങനെ വിൽക്കുന്നില്ല എന്നുള്ളത് ശരിയാണ്. ഞാൻ ഇന്ന് അല്പം വിമർശനത്തിൻ്റെ ഒരു പ്രസംഗമാകട്ടോ. ഞാനിച്ചിരി വിമർശനം ഇന്ന് പറയും. കാരണം ഞാൻ വായിക്കുന്ന വേദഭാഗത്തിൽ അത് നമ്മൾ കാണുന്നുണ്ട്. ആത്മീക ജീവിതം, ആത്മീക പ്രവർത്തനങ്ങൾ ഒരു കച്ചവടമായി മാറാനുള്ള സാധ്യതയുണ്ട്. ആത്മീക അവകാശങ്ങൾ, അധികാരങ്ങൾ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് ഒരാളങ്ങ് പറയുകയാണെങ്കിൽ, അങ്ങനെ വിശ്വസിക്കാനായിട്ട് കുറച്ച് മനുഷ്യരും കൂടെ ഉണ്ടെങ്കിൽ അദ്ദേഹം ഭയങ്കര അധികാരം പ്രയോഗിക്കും, അതിന് യാതൊരു സംശയവുമില്ല. ഈ ആത്മീയ കച്ചവടത്തിൻ്റെ ഒരു വ്യക്തമായ ഒരു ഉദാഹരണമാണ് ശമരിയിലുണ്ടായിരുന്ന ശിമോൻ എന്ന് പറയുന്ന വിദ്വാൻ. അദ്ദേഹം ആദിമസഭയിലെ ആത്മീയ കച്ചവടത്തിൻ്റെ തലത്തൊട്ടപ്പൻ എന്ന് അദ്ദേഹത്തെ വിളിക്കാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിൻ്റെ പേര് ശിമോൻ എന്നാണ്, എങ്കിലും അദ്ദേഹത്തെ നാട്ടുകാർ വിളിച്ചത് മഹതി എന്നാണ് വിളിച്ചത്. മഹതി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? മലയാള പരിഭാഷയിൽ മഹതി എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രത്തോളം ശ്രദ്ധിക്കില്ല. ഇംഗ്ലീഷിലത് ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ കൂടിയ ആളാണ്, വലിയ ആൾ, മഹാനായിരിക്കുന്ന ആളാണെന്നാണ് അതിൻ്റെ അർത്ഥം. മഹതി, സൈമൺ ദ ഗ്രേറ്റ്, മഹാനായ വലിയവനായിരിക്കുന്ന ശിമോൻ എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് അന്ന് ആളുകൾ വിചാരിച്ചിരുന്നത്. അദ്ദേഹം കൂടിയ ആളാണെന്നാണ് വിചാരിച്ചത്. അവിടെ ഈ ആത്മീയ കച്ചവടം അതിൻ്റെ ഒരു വ്യക്തമായ ചിത്രം, അതിൻ്റെ ഒരു സൂചന ഈ മഗതിയിൽ അല്ലെങ്കിൽ ഈ ശിമോനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ഞാൻ ഈ ശിമോനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. നമുക്ക് ആ വേദഭാഗത്തേക്ക് വരാം. പ്രവൃത്തികളുടെ പുസ്തകം 8-ാമത്തെ അധ്യായത്തിലാണ്. ആ വേദഭാഗത്തേക്ക് നമുക്കൊന്ന് വരാം. അതിൻ്റെ 9 മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. ഇങ്ങനെയാണ് ലൂക്കോസ് അതിനെക്കുറിച്ച് പറയുന്നത്. എന്നാൽ ശിമോൻ എന്നു പേരുള്ളൊരു പുരുഷൻ ആ പട്ടണത്തിൽ ആഭിചാരം ചെയ്ത്
താൻ മഹാനെന്ന് പറഞ്ഞ് ശമരിയ ജാതിയെ ഭ്രമിപ്പിച്ചു പോന്നു. ഇവൻ മഹതി എന്ന ദൈവശക്തിയാകുന്നു എന്നും പറഞ്ഞ് ആബാലവൃദ്ധം എല്ലാവരും അവനെ ശ്രദ്ധിച്ചു വന്നു. ഇവൻ ആഭിചാരം കൊണ്ട് ഏറിയ കാലം അവരെ ഭ്രമിപ്പിക്കാനത്രേ അവർ അവനെ ശ്രദ്ധിച്ചത്. എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തെയും കുറിച്ച് ഉള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. ശിമോൻ താനും വിശ്വസിച്ച സ്നാനമേറ്റു. ഫിലിപ്പോസിനോട് ചേർന്ന് നിന്ന് വലിയ വീര്യപ്രവൃത്തികളും അടയാളങ്ങളും നടക്കുന്നത് കണ്ട് ഭ്രമിച്ചു. അനന്തരം യെരൂശലേമിലുള്ള അപ്പൊസ്തലന്മാർ ശമര്യർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അന്നുവരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനം ഏറ്റിരുന്നതേ ഉള്ളൂ. അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. അപ്പൊസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശിമോൻ കണ്ടാറേ അവർക്ക് ദ്രവ്യം കൊണ്ടുവന്നു. ഞാൻ ഒരുത്തൻ്റെ മേൽ കൈവച്ചാൽ അവനും പരിശുദ്ധാത്മാവ് ലഭിപ്പാൻ തക്കവണ്ണം ഈ അധികാരം എനിക്കും തരേണം എന്ന് പറഞ്ഞു. പത്രോസ് അവനോട്, ദൈവത്തിൻ്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാം എന്ന് നീ നിരൂപിക്കൊണ്ട് നിന്റെ പണം നിന്നോട് കൂടെ നശിച്ചു പോകട്ടെ. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായതുകൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയും ഇല്ല. നീ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക. പക്ഷേ നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ച് കിട്ടുമായിരിക്കും. നീ കയ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അതിന് ശിമോൻ, നിങ്ങൾ പറഞ്ഞതൊന്നും എനിക്ക് ഭവിക്കാതിരിപ്പാൻ കർത്താവിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന് ഉത്തരം പറഞ്ഞു. ഞങ്ങളുടെ സ്നേഹമുള്ള കർത്താവേ, അവിടുത്തെ വചനം ഞങ്ങളുടെ കാലിന് ദീപവും ഞങ്ങളുടെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. അവിടുത്തെ വചനത്തെ ഞങ്ങൾക്ക് അവിടുന്ന് പ്രകാശിപ്പിച്ച് നൽകണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് തന്നെ ഞങ്ങളോട് സംസാരിക്കണമേ. അടിയൻ്റെ വായോടുകൂടെ ഇരിക്കണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സന്ദേശം കേൾക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ദൈവജനത്തിൻ്റെ പ്രാതികൂല്യം രണ്ട് തലങ്ങളിൽ ആണ്. ദൈവജനത്തിനെതിരെയുള്ള ഭീഷണി രണ്ട് മേഖലകളിൽ നിന്നാണ് വരുന്നത്. ഒരു മേഖലയെന്ന് പറയുന്നത് ബാഹ്യമായ പീഡകളാണ്, ബാഹ്യമായ പെർസിക്യൂഷൻസ് ആണ്. ദാറ്റ് ഈസ് വൺ വേ ഇൻ വിച്ച് സൈറ്റൻ അറ്റാക്സ് us. പിശാച് നമ്മളെ ആക്രമിക്കുന്ന ഒരു രീതി, നമ്മളെ വിശ്വാസത്തിനെതിരെ നമുക്കെതിരെ നിൽക്കുന്ന ശത്രുക്കൾ നമ്മളെ പീഡിപ്പിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ വേറെ ഒരു വലിയ പരിപാടി പിശാചിനുണ്ട് കേട്ടോ. അതെന്താണെന്ന് ചോദിച്ചാൽ ആന്തരികമായി ദൈവജനത്തെ മലിനമാക്കുക എന്ന് പറയുന്ന കാര്യം. ഹി കറപ്റ്റ്സ് ദ ചർച്ച് ഫ്രം വിത്തിൻ. ദൈവത്തിൻ്റെ സഭയെ ഉള്ളിൽ നിന്ന് മലിനമാക്കുക എന്ന് പറയുന്ന കാര്യം രണ്ട് നിലയിലും പിശാച് പ്രവർത്തിക്കും കേട്ടോ. കരയ്ക്കൂടെയും പറ്റുകയില്ല, വെള്ളത്തിൽ കൂടെയും പറ്റുകയില്ല എന്ന് നാട്ടുകാർ പറയുന്നത് പോലെ. പ്രതികൂല സാഹചര്യങ്ങൾ അതുമാത്രമല്ല ദൈവജനത്തിൻ്റെ പ്രതിസന്ധി എന്ന് പറയുന്നത്. ദൈവമക്കളുടെ മധ്യത്തിലുള്ള ആളുകൾ ദൈവം വിശ്വാസികളാണ് എന്ന് കരുതുന്ന ആളുകൾ വിശ്വാസത്തെയും വിശ്വാസ ജീവിതത്തെയും മലിനമാക്കുന്നു എന്ന പ്രശ്നം ആദിമകാലം മുതൽ തന്നെയുണ്ട്. എഫേസോസിലുള്ള ആളുകളോട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ കൊടിയ ചെന്നായ്ക്കൾ, ആടുകളുടെ വേഷം പൂണ്ട ചെന്നായ്ക്കൾ. കർത്താവിൻ്റെ ആ ഒരു കർത്താവാണ് ആ വാക്ക് പറയുന്നത്, ആടുകളുടെ വേഷം ധരിക്കുന്ന കൊടിയ ചെന്നായ്ക്കൾ. ചില ചിത്രങ്ങളിൽ അത് കണ്ടിട്ടുണ്ട് കേട്ടോ. ആളിനെ നോക്കുന്നുടനെ ഈ ചെവിയൊക്കെ ഇങ്ങനെ ചായച്ച് നല്ല മര്യാദക്കുട്ടനായിട്ട് അങ്ങനെ നിൽക്കും. പക്ഷേങ്കിൽ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അറിയാം, എടാ കണ്ണ് കണ്ടിട്ട് ആടിൻ്റെ കണ്ണല്ലോ അല്ലേ, അവരുടെ നോട്ട കണ്ടോ, ആള് ശരിയല്ല കേട്ടോ. അങ്ങനെ ശ്രദ്ധിച്ച് നോക്കുമ്പോഴാണ് ഇത് യഥാർത്ഥത്തിൽ ആടല്ല,
ചെന്നായാണ്. എൻ്റെ പൊന്നെ, ആടിൻ്റെ ഇടയിൽ ഒരു ചെന്നായി നിന്നാലുള്ള ബുദ്ധിമുട്ട് നിങ്ങളൊന്ന് ഓർത്തു നോക്കി. പാവപ്പെട്ട ആടുകളുടെ മധ്യത്തിൽ ഒരു ചെന്നായി മറ്റേ ആടുകളൊക്കെ വിചാരിക്കുന്നത് ഇത് ആടാന്ന് വിചാരിച്ചിരിക്കുക. ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ ചാടി കടിക്കും. അയ്യോ, ചെന്നായാണ്, ഈ ആള് ചെന്നായ. ആ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ആദിമസഭയുടെ ചരിത്രം നമ്മൾ വായിച്ചു വരുമ്പോൾ നമുക്കറിയാം, 4-ാമത്തെ അധ്യായത്തിലൊക്കെ ഭയങ്കര ഉണർവാണ്. പിന്നെ ഭാഗ്യമായിരിക്കുന്ന പ്രാതികൂല്യമുണ്ട്. എന്നാൽ 5-ാമത്തെ അധ്യായത്തിൽ ഒരു അനന്യാസും സഫീറയും അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഭാഗ്യമായിരിക്കുന്ന പ്രാതികൂല്യമൊന്നുമല്ല, കാശുമായിട്ട് വരികയാണ്. പക്ഷെങ്കിൽ അത് കാപട്യത്തിൻ്റെ തുട്ടുകളായിരുന്നു എന്ന് നമുക്കറിയാം. സഭയെ മലിനപ്പെടുത്തുവാൻ, അതിൻ്റെ ഏകാഗ്രതയും നിർമ്മലതയും ഇല്ലായ്മ ചെയ്യുവാനായിട്ട് വന്ന ഒരു വലിയ കെണിയാണത്. അതിനുശേഷമാണ് 8-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുന്നത്. 8-ാമത്തെ അധ്യായത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രതികൂലം, പെർസിക്യൂഷൻ വളരെ ശക്തമായി വിവരിക്കുന്ന ഒരു വേദഭാഗമാണ്. അതിൻ്റെ ആ പ്രാരംഭവാക്യത്തിൽ വായിക്കുമ്പോൾ നമുക്കറിയാം, അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. എന്നിട്ട് പറയുന്നത്, ശൗല് വീടുതോറും ചെന്ന് ദൈവത്തിൻ്റെ സഭയെ മുടിക്കാനായിട്ട് അവൻ വളരെ ജാഗ്രതയോടുകൂടെ പ്രവർത്തിക്കുകയാണ്. അതിന് താഴെയാണ് ഫിലിപ്പോസ് ശമരിയിൽ ചെല്ലുന്നതും സുവിശേഷ പ്രവർത്തനങ്ങളെക്കുറിച്ച് വായിക്കുന്നത്. അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ വായിക്കുന്ന പ്രസ്താവന നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതെങ്ങനെയാണ് ആരംഭിക്കുന്നത്? 8-ാമത്തെ വാക്യം എങ്ങനെയാണ്, അല്ല 9-ാമത്തെ വാക്യം എങ്ങനെയാണ് ആരംഭിക്കുന്നത്? എന്നാൽ എന്ന് പറഞ്ഞാലേ, എന്നാൽ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ പ്രത്യേകത എന്താ? നേരത്തെ മേളി പറഞ്ഞ കാര്യത്തിന് വിരുദ്ധമായ എന്തോ കാര്യം ഈ എഴുത്തുകാരൻ പറയാൻ പോകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? ബട്ട് എന്ന് പറയുമ്പോൾ ഹി ഈസ് കോൺട്രാസ്റ്റിംഗ് സംതിങ് ദാറ്റ് ഇസ് ഹാപ്പനിങ് ഇൻ ദ സിറ്റുവേഷൻ. ഈ സാഹചര്യത്തിൽ നടക്കുന്ന ഒരു കാര്യം അത്ര ശുഭമല്ല എന്നാണ് നമ്മളോട് പറയാനായിട്ട് പോകുന്നത്. 8-ാമത്തെ വാക്യത്തിൽ എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. സുവിശേഷം ആ നഗരത്തിലേക്ക് പ്രവേശിച്ചു. മനുഷ്യരുടെ ബന്ധനങ്ങൾ അഴിഞ്ഞുപോയി. പിശാചുക്കൾ മനുഷ്യരെ വിട്ട് അലറിക്കൊണ്ട് ഓടിപ്പോയി. അവിടെ വലിയ സന്തോഷവും സമാധാനവും ഉണ്ടായി. അവിടെ വലിയ അനുഗ്രഹമുണ്ടായി. സുവിശേഷം എവിടെ ചെന്നാലും അത് അനുഗ്രഹമാണ്. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത്. അപ്പോൾ സുവിശേഷത്തിൻ്റെ വിമോചനവും സുവിശേഷത്തിൻ്റെ ആനന്ദവും അനുഭവിക്കുന്ന ഒരു നഗരത്തിൽ, ഒരു സ്ഥലത്ത്, എന്നാൽ എന്ന് പറഞ്ഞാണ് ഈ ശിമോൻ എന്ന് പറയുന്ന ആളിനെ ലൂക്കോസ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അങ്ങനെയാണ്, എന്നാൽ ശിമോൻ എന്ന് പേരുള്ള ഒരു പുരുഷൻ. അപ്പം ഞാൻ ഈ ആത്മീയ അപകടത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ വിചാരിക്കുന്നത്. എങ്ങനെയാണ് ആത്മീയ അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അപകടങ്ങളെ നാം എങ്ങനെ ശ്രദ്ധിക്കണം എന്നതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആശയം. അതാണ്. അപ്പോൾ അതിൽ ഒന്നാമത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, അതായത് ഈ ആത്മീയ അപകടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒന്നാമത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, വി ഷുഡ് നോട്ട് ബി ഫാസിനേറ്റഡ് വിത്ത് ദ സ്പെക്ടാക്കുലർ. അല്ലെങ്കിൽ മാന്ത്രികമായ മതം നമ്മളെ ആകർഷിക്കരുത് എന്നതാണ് ഞാൻ ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്നത്. അസ്വാഭാവികമായ, അസാധാരണമായ അവകാശവാദങ്ങളും സംഭവങ്ങളും വളരെ ശ്രദ്ധയോടുകൂടെ നമ്മൾ വീക്ഷിക്കണം എന്നതാണ് ഞാൻ ഒന്നാമത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ പൊന്നെ, എവിടെയെങ്കിലും പോത്ത് പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ ഉടനെ കയറെടുക്കുന്ന ഒരുപാട് വിശ്വാസികളുണ്ട്. നമ്മളുടെ ഒരു ആൾ പറയുന്ന പോലെ അവരെ മൊണ്ണ വിശ്വാസികളെന്നാണ് വിളിക്കുന്നത്. എന്ത് വിശ്വസിക്കാൻ മനസ്സാ, എന്ത് പറഞ്ഞാലും വിശ്വസിക്കും. പോത്ത് പ്രസവിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടിയായിട്ട് ചോദിക്കുക, സാധാരണ അങ്ങനെ സംഭവിക്കാറില്ലല്ലോ, അങ്ങനെ സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ ഉടനെ ഈ പറയുന്ന ആൾക്കാരെന്തോ പറയുന്നതെന്നറിയാമോ? നിങ്ങൾക്ക് വിശ്വാസമില്ലെന്ന് അവർ പറയുക. അയ്യോ, നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തയാളാ, ദൈവത്താൽ എന്താ അസാധ്യം? എന്തോ അസാധ്യം? ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ല. പക്ഷെ പോത്ത് പ്രസവിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്രത്തോളം ഒരു സ്വീകാര്യമായിട്ട് തോന്നുന്നില്ല. ദൈവമേ, എന്ത് പറഞ്ഞാലും കയറെടുക്കുകയും എന്ത് പറഞ്ഞാലും വിശ്വസിക്കുകയും ചെയ്യാൻ മനസ്സുള്ളതായിരിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് കേട്ടോ. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, വി ഷുഡ് നോട്ട് ബി ഗള്ളിബിൾ. നമ്മെ വഞ്ചിക്കുവാനായിട്ട് നാം അനുവദിച്ചുകൂടാ. മനുഷ്യർ പറയുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാണോ എന്ന് വസ്തുനിഷ്ഠമായി നാം പരിശോധിക്കണം.
അല്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിച്ച് അതിനെ വിശ്വസിച്ചില്ലെങ്കിൽ പരിശുദ്ധാത്മാവിന് നേരെയുള്ള പാപമാണെന്നൊക്കെ ഇവർ ഭീഷണിപ്പെടുത്തും കേട്ടോ. പറയും പരിശുദ്ധാത്മാവിന് നേരെയുള്ള പാപമാണ്. എന്താ ഞങ്ങൾ പറഞ്ഞത് വിശ്വസിച്ചില്ല എന്ന്? നിങ്ങൾ പറഞ്ഞത് വിശ്വസിക്കുന്നതിന് ഞങ്ങൾക്ക് മനസ്സുകേടൊന്നുമില്ല. പക്ഷേങ്കിൽ പറഞ്ഞത് സത്യമായിരിക്കണം, അത് നിങ്ങൾ തെളിയിക്കണം. അത് വസ്തുനിഷ്ഠമായ രീതിയിൽ തെളിയിക്കുവാനുള്ള സാഹചര്യങ്ങളുണ്ടാകണം. അങ്ങനെ ചോദിക്കുന്നതൊന്നും അഭക്തിയല്ല, അതൊന്നും വിശ്വാസക്കുറവുമല്ല. അതുകൊണ്ട് മനുഷ്യർക്ക് ഈ അസാധാരണമായ സംഭവം എന്ന് പറയുമ്പോൾ ഭയങ്കര ആവേശമാണ് കേട്ടോ. എവിടെയെങ്കിലും ഒരു അത്ഭുതം നടന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ആളങ്ങ് കൂടും. അവൻ ഒരു സ്ഥലത്ത് ഒരു അത്ഭുതമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ കന്യമറിയാൻ കരയുന്നു. അതാണ് അത്ഭുതം. കന്യമറിയാവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നു. അതാണ് അത്ഭുതം. അപ്പോൾ അതിനെക്കുറിച്ച് ഒരാളോട് ചോദിച്ചു, പറഞ്ഞു കണ്ണുനീര് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ അദ്ദേഹം പറഞ്ഞു അതിൻ്റെ സെറ്റപ്പ് എല്ലാം ആയിട്ടില്ല. അത് പറഞ്ഞു എല്ലാം ആയിട്ടില്ല, അത് വരും, കണ്ണുനീര് വരും, പക്ഷേ അതിനുള്ള ചെറിയൊരു കണക്ഷൻ കൂടെ ഇനി ചെയ്യാനായിട്ടുണ്ട്. എൻ്റെ പൊന്നെ, ഈ കണ്ണുനീര് വരും കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ കണ്ണുനീര് വരും. അയ്യോ ആൾക്കൂട്ടം കാണണോ, എന്തോ ആൾക്കൂട്ടമാണെന്നറിയാമോ? കണക്ഷൻ ശരിയായ കണ്ണുനീര്. അയ്യോ ശരിക്കും ഇത് കണ്ണുനീര് തന്നെയാണെന്ന് ചോദിച്ചാൽ അവിശ്വാസം. ഇതെന്തോ പണിയാ ഇത്? എൻ്റെ പൊന്നു സഹോദരങ്ങളെ ഞാൻ പറയാം, ഈ മഗതി ഗഹതി എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, അവന്മാർ വേലയിറക്കാൻ വേണ്ടി തന്നെയാണ് ഈ പണിക്ക് ഇറങ്ങിയിരിക്കുന്നത്. നിങ്ങളെ വിഭ്രമിപ്പിക്കുക, വഞ്ചിക്കുക, സ്വാധീനിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നതാണ്. അതുകൊണ്ട് എല്ലാ വഞ്ചനയ്ക്കും വിധേയപ്പെടുന്ന ഒരു മന്ദത, ഒരു ബുദ്ധിമോശം നമുക്കുണ്ടായിക്കൂടാ. അവകാശവാദങ്ങൾ പറയുന്ന ആളുകൾ അത് സത്യമാണോ എന്ന് ഉള്ള പരിശോധന നേരിടുവാൻ ആവശ്യമായിരിക്കുന്നു. ചോദിക്കണം കേട്ടോ. അത്ഭുതങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് നടന്നത് എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കണം. ഒരത്ഭുതത്തെക്കുറിച്ച് കൂടെ ഞാൻ മുന്നോട്ട് പോയിക്കോളാം. ഒരു പ്രസംഗം, അദ്ദേഹത്തിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞു ആഫ്രിക്കൻ വനാന്തരങ്ങളിലാണ്. അവിടെ ഒരു മനുഷ്യൻ പെട്ടെന്ന് എന്തോ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. അദ്ദേഹം മരിച്ചു മരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ 4 ഡോക്ടർമാർ ഇദ്ദേഹം മരിച്ചു എന്നുള്ളത് സർട്ടിഫൈ ചെയ്തു. പറഞ്ഞാൽ അങ്ങനെ ഇനിയും മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം അങ്ങനെ വരാനായിട്ട് പാടില്ല, അങ്ങനെ ആരും സംശയിക്കാൻ പാടില്ല. അങ്ങനെ സർട്ടിഫൈ ചെയ്തു. അതിനുശേഷം ഈ മഹദി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യനെ ഉയർത്തെഴുന്നേറ്റു. അത് എന്നോടൊരു സ്നേഹിതൻ പറഞ്ഞ കഥയാകും കേട്ടോ. അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മരിച്ച മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റതിനേക്കാളും അത്ഭുതകരമായിരിക്കുന്ന വേറൊരു കാര്യമുണ്ട്. ഈ ആഫ്രിക്കൻ വനാന്തരത്തിൽ സർട്ടിഫൈ ചെയ്യാൻ 4 ഡോക്ടർമാരെ എങ്ങനെയാണ് കിട്ടിയേ? എൻ്റെ പൊന്നെ, അതെങ്ങനെ കിട്ടിയേ? ഈ മനുഷ്യൻ മരിച്ചു എന്നുള്ള സർട്ടിഫൈ ചെയ്യാനായിട്ട് ഈ 4 ഡോക്ടർമാരെ കൊണ്ട് കൂടെ നടക്കുകയാണ് ഈ വനാന്തരങ്ങളിൽ. അദ്ദേഹം മരിക്കുമ്പോൾ എന്ത് ചെയ്യണം? സർട്ടിഫൈ ചെയ്യണം, എന്നിട്ട് അദ്ദേഹത്തെ ഉയർപ്പിക്കണമെന്ന്. ഇത് വിശ്വസിക്കാൻ മനുഷ്യരുണ്ടെന്ന്, ഇത് വിശ്വസിക്കാനായിട്ട് മനുഷ്യരുണ്ട്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ ഞാൻ പറയാം, നമ്മുടെ തിരുവട്ട കൃഷ്ണൻകുട്ടി പറയുന്ന പോലെ കരിമ്പ് കൃഷിയേക്കാളും ലാഭം കുരിശ് കൃഷിയാണ് കേട്ടോ. കരിമ്പ് കൃഷിയേക്കാളും ലാഭം എന്ന് പറയുന്നത് കുരിശ് കൃഷിയാണ്. ആത്മീയ കച്ചവടത്തിന് ഇറങ്ങുന്നതാണ് മറ്റ് പല പരിപാടികളെക്കാളും മെച്ചമായിരിക്കുന്നത്. ഒരു മനുഷ്യൻ, നിങ്ങൾക്കറിയാവുന്ന പ്രസിദ്ധനായിരിക്കുന്ന ഒരു മനുഷ്യനാണ്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹം ചിട്ടി നടത്തി പൊട്ടി. അതിനുശേഷം തടിക്കച്ചവടം നടത്തി, അതും പൊട്ടി. അതിനുശേഷം അത് ആത്മീയ കച്ചവടം തുടങ്ങി. ഇന്ന് ഏകദേശം 400 കോടി രൂപയുടെ മൂലധനമുണ്ട് അദ്ദേഹത്തിന്. ഇന്ന് അദ്ദേഹത്തിന് 400 കോടിയിലധികം രൂപയുടെ മൂലധനമുണ്ട്. ചിട്ടി പൊട്ടി, തടിക്കച്ചവടം പൊട്ടി, പക്ഷേങ്കിൽ ആത്മീയ കച്ചവടം വിജയിച്ചു. അത് വിശ്വസിക്കാനായിട്ട് കുറേ മൊണ്ണ വിശ്വാസികളെയും അദ്ദേഹത്തിന് കിട്ടി. ഇന്ന് അദ്ദേഹം 400 കോടി രൂപയുടെ സിംഹാസനത്തിൽ അങ്ങനെ വാണ് അരുളുകയാണ്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ ഞാൻ പറയാം, ദൈവം അത്ഭുതങ്ങൾ ചെയ്യും കേട്ടോ. അതിനെയൊന്നും നമുക്കൊരിക്കലും ചോദ്യം ചെയ്യാനായിട്ട് പാടില്ല. ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കട്ടെ, ധാരാളം പ്രവർത്തിക്കട്ടെ. എന്നാൽ ദൈവം പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ ആളുകൾ അവകാശവാദം പുലർത്തിയാൽ സംഭവിച്ചുവോ എന്ന് അന്വേഷിക്കുവാനുള്ള കടപ്പാട് നമുക്കുണ്ട്. എല്ലാം പറയുന്നില്ല, ഒന്നും വിശ്വസിക്കാനായിട്ട് ഒക്കത്തില്ല. ഈ മനുഷ്യൻ ഇത്രയും പ്രസിദ്ധി കിട്ടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവൻ വിഭ്രമിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. എന്തൊക്കെയോ കാണിച്ച്, എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ നടത്തി ആൾക്കാരങ്ങ് വരുണ്ടു. വരുണ്ട് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് കൊടുത്തു, മഹദി.
നമ്മുടെ നാട്ടിൽ ഒരുപാട് മഗതിമാരുണ്ട് കേട്ടോ. ആത്മീയ ലോകത്തിൽ ഒരുപാട് മഗതിമാരുണ്ട്. വേലയിറക്കുന്ന, മനുഷ്യരെ വഞ്ചിക്കുന്ന, അവരെ കണ്ണഞ്ചിപ്പിക്കുന്ന, ഭ്രമിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് ഏത് മഗതിയാന്നേലും അദ്ദേഹം പറയുന്ന കാര്യവും ശ്രദ്ധിക്കണം. അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ സത്യമാണോ, യഥാർത്ഥം നടക്കുന്നതാണോ എന്ന് ചിന്തിക്കണം. അതിനെ ചോദ്യം ചെയ്യാനുള്ളതായിരിക്കുന്ന ആവശ്യം നമുക്കുണ്ട്. അപ്പം ഞാനൊരു കാര്യം കൂടെ എന്നോട് ചേർത്തങ്ങ് പറയാം. വലിയ ആത്മീയ അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ ഉണ്ട് എന്ന് പറയുന്ന ആളുകൾ പലപ്പോഴും മനുഷ്യരെ വഞ്ചിക്കുന്നതിന് വേണ്ടിയാണത് പറയുന്നത്. ജോൺ പൈപ്പർ പറഞ്ഞ ഒരു പ്രസ്താവന ഞാൻ പറയാം. ജോൺ പൈപ്പർ അദ്ദേഹം പറഞ്ഞു, പ്രോസ്പെരിറ്റി ഗോസ്പൽ, അഭിവൃദ്ധിയുടെ സുവിശേഷം പറയുന്ന ആളുകളോട് ഉള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പരാജയത്തെക്കുറിച്ച് പറഞ്ഞു. അതായത് 1 വെച്ചാൽ 10 കിട്ടും എന്നതാണ് അവരുടെ പരിപാടി എന്ന് പറയുന്നത്. നിങ്ങൾ എനിക്ക് 100 രൂപ തരാമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ 10 മടങ്ങ് 1000 രൂപ ദൈവം തരും. നിങ്ങൾ എനിക്ക് 100 രൂപ തരണം, ദൈവം നിങ്ങൾക്ക് 1000 രൂപ തരുമെന്ന് പറയും. അപ്പോൾ അതിനെക്കുറിച്ച് ജോൺ പൈപ്പർ പറഞ്ഞു, ഈ ഭയങ്കര ദുഷ്ടന്മാരായ ഈ ആളുകൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് സാധുക്കളായിരിക്കുന്ന മനുഷ്യരെ വഞ്ചിക്കുന്നത്. ഈവൻ ഈ 100 രൂപ കൊടുക്കുന്ന ആൾക്കാർ ആരാന്നറിയാമോ? 100 രൂപ എടുക്കാൻ നിവൃത്തിയില്ലാത്ത ആൾക്കാരെ എങ്ങനെയാണ് 100 രൂപ കൊടുത്ത് 1000 കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് കൊടുക്കുന്ന ആളുകൾ അങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവർ വഞ്ചിക്കുന്നത് സാധുക്കളെയും ബുദ്ധിമുട്ടുന്നവരെയുമാണ്. അതാണ് ഇതിലുള്ള ക്രൂരത എന്ന് പറയുന്നത്. അതാണ് രോഗികളായിരിക്കുന്ന ആളുകൾ, രോഗശാന്തിക്ക് വരുന്ന ആളുകൾ ആരാ? ദൈവമേ, വല്ല വീൽ ചെയറും ഒക്കെ തള്ളി കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും ദൈവം സഹായിക്കണമെന്ന് വിചാരിച്ചാൽ ഇവർ വരുന്നത്. അവരെ വഞ്ചിച്ചാണ് ഇവർ കാശുണ്ടാക്കുന്നത്. അതെത്ര ഭയാനകമായ കാര്യമാണ്. അവർക്ക് സൗഖ്യം വരുത്താനായിട്ട് സാധിക്കുമെങ്കിൽ നല്ല കാര്യമാകട്ടോ, എനിക്കതിനെക്കുറിച്ച് യാതൊരു പരാതിയുമില്ല. പക്ഷെങ്കിൽ അവരെ വഞ്ചിച്ച് നിങ്ങൾ പണമുണ്ടാക്കുന്നത് അപരാധമാണ്, ആത്മീയ കച്ചവടമാണ്. ഈ മനുഷ്യനോട് അപ്പസ്തലനായ പത്രോസ് പറഞ്ഞ വാക്കുകൾ തന്നെയാണ് അവരോടും പറയാനുള്ളത്. നീയും നിൻ്റെ പണവും നരകത്തിൽ പോകട്ടെ. ഗെറ്റ് ലോസ്റ്റ് യുവർ മണി ആൻഡ് യുവർ ഡിസയർ. നീയും നിൻ്റെ പണവും ഒരുമിച്ച് നരകത്തിൽ പോകട്ടെ എന്നാണ് പറഞ്ഞത്. അത് വളരെ മാരകമായ കുറ്റമാണ് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതാണ് ഒന്നാമത് പറയുന്നത്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, വി ഷുഡ് നോട്ട് ബി ഫാസിനേറ്റഡ് വിത്ത് ദി സ്പെക്ടാക്കുലർ. അത്ഭുതങ്ങൾ നടക്കുന്നു, വലിയ കാര്യങ്ങളൊക്കെയാണെന്ന് പറയുമ്പോൾ അതിനെ സംബന്ധിച്ച് ആവേശം കൊള്ളുന്ന, അതിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ആ ഒരു രീതി നമ്മൾ വ്യത്യാസപ്പെടുന്നത്. ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് ചരിത്രത്തിൽ അധിഷ്ഠിതമായ, യാഥാർത്ഥ്യത്തിൽ അധിഷ്ഠിതമായ, യുക്തിസഹമായിരിക്കുന്ന വിശ്വാസമാണ്. അല്ലാതെ വൈകാരികമായ ചില വികാര പ്രകടനങ്ങളല്ല ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ക്രിസ്തീയ വിശ്വാസത്തോട് ബന്ധപ്പെട്ടുള്ളതായിരിക്കുന്ന വികാരങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. എന്നാൽ ദ ബേസിസ് ഈസ് ഓൾവേസ് ദ ട്രൂത്ത്. അടിസ്ഥാനം എന്ന് പറയുന്നത് സത്യമാണ്. ക്യാമ്പസ് ക്രൂസൈഡുകാർ പറയുന്ന പ്രസ്താവനയുണ്ട് കേട്ടോ. ക്യാമ്പസ് ക്രൂസൈഡുകാർ പറയുമ്പോൾ അവർ പറയും, ഒരു ട്രെയിന് അതിന് എൻജിൻ എന്ന് പറയുന്നത് ആണല്ലോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നത് എൻജിനാണ് അല്ലേ? ആ എൻജിനെന്ന് പറയുന്നത് വികാരമാകാൻ പറ്റുകയില്ല. ക്രിസ്തീയ ജീവിതത്തെ വലിച്ചുകൊണ്ട് പോകുന്ന എൻജിനെന്ന് പറയുന്നത് ഒരിക്കലും വികാരമല്ല. അത് എല്ലായ്പ്പോഴും സത്യവും യാഥാർത്ഥ്യവുമാണ്. ദൈവത്തിൻ്റെ വചനമാണ്, സുവിശേഷമാണ്. അതാണ് എൻജിനെന്ന് പറയുന്നത്. പിന്നെ അതിന് ചേർത്ത് പുറകിലെങ്ങാനും അതിൻ്റെ പുറകിൽ വികാരം എന്ന് പറയുന്നൊരു ബോഗി ഉണ്ടെങ്കിൽ വിരോധമൊന്നുമില്ല കേട്ടോ. ബട്ട് ദി എൻജിൻ കനോട്ട് ബി ഇമോഷൻ ആൻഡ് എക്സൈറ്റ്മെൻറ്റ്. ഇറ്റ് കനോട്ട് ബി ദി നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് യാഥാർത്ഥ്യങ്ങളാണ്. ചരിത്രത്തിൽ ദൈവം തൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ സ്ഥാപിച്ചതും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഉറപ്പിച്ചു തന്നതുമായിരിക്കുന്ന ദൈവവചനത്തിലെ സത്യങ്ങളാണോ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. അത് നമ്മൾ ശ്രദ്ധിക്കണം. അല്ല മഗതിയാണെന്നും പറഞ്ഞ ഒരാൾ വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും അങ്ങ് ചാടി പുറപ്പെടരുത് എന്നതാണ് ഞാൻ ഒന്നാമത് പറയാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമത് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം പറഞ്ഞു, അപ്പസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശിമോൻ കണ്ടാറെ അവർക്ക് ദ്രവ്യം കൊണ്ടുവന്നു. ഞാൻ ഒരുത്തൻ്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മാവ് ലഭിപ്പാൻ തക്കണം ഈ അധികാരം എനിക്ക് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ വാക്യത്തെ അധികരിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി ആത്മീക അനുഭവങ്ങളും ആത്മീക ശക്തികളും പ്രാപിക്കാനായിട്ട് മനുഷ്യർ ശ്രമിക്കുന്നു എന്നതാണ് ഞാൻ രണ്ടാമത് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ ആത്മീയ അധികാരങ്ങളും ആത്മീയ അവകാശങ്ങളും ഒക്കെ എന്തിനാ?
എന്തിനാ? കൈ വെച്ച പരിശുദ്ധാത്മാവ് പറഞ്ഞു എന്തിനാ? നേരത്തെ തന്നെ ഈ മഗതിയായിട്ട് കളിച്ച ഇദ്ദേഹം ചെയ്ത അത്ഭുതങ്ങളൊക്കെ കണ്ട് ആളുകൾ വരുന്നുണ്ട് കേട്ടോ. വിഭ്രമിച്ചു എന്നാണ് പറഞ്ഞേ. ഇനിയും ആ പണി ചെയ്യാനൊക്കത്തില്ല, കാര്യം അതൊരു പഴയ കാലമാണ്. ഇനി ആ പണിയിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. പക്ഷേങ്കിൽ ഈ പുതിയ പരിപാടി പഴയ രീതിയിൽ ചെയ്യണം എന്നാണ് അദ്ദേഹത്തിൻ്റെ പരിപാടി. അതാ വിഭ്രമിപ്പിക്കണം ആളുകൾ. നമ്മളെ കണ്ടാൽ കൈ നീട്ടുന്ന ഉടനെ തന്നെ വലിയ അത്ഭുതങ്ങളൊക്കെ നടക്കണം. എന്നിട്ട് ആളുകൾ ഇത് കണ്ട് നടുങ്ങണം. പഴയ മഗതി എന്നുള്ള ആ പേരങ്ങ് മാറിയിട്ട് ഒരു പുതിയ മഗതിയായിട്ട്, ആത്മീക മഗതി. പഴയതെന്ന് വരുന്നു. ആ പഴയ കാലത്തെ മഗതി എന്ന് പറഞ്ഞാൽ ഈ മന്ത്രമൊക്കെ ചെയ്തുള്ളൊരു മഗതിയായിരുന്നു. ഇപ്പോൾ ആത്മീക മഗതിയായിട്ട് രൂപപ്പെടണം. ഈ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്യുന്നു എന്ന് പറയുന്ന ആളുകളും അത് വേണമെന്ന് പറയുന്ന ആളുകളും, എനിക്ക് ചോദിക്കാനുള്ളത് എന്തിനു വേണ്ടിയായത്? അതിൻ്റെ ലക്ഷ്യം എന്താ? ജോൺ സ്റ്റോട്ട് അങ്ങനെ ചോദിച്ചു കേട്ടോ. പീപ്പിൾ ആർ സീക്കിംഗ് ഫോർ സ്പിരിച്വൽ പവർ. ആത്മീയ, നമ്മൾ ബലഹീനന്മാരായിട്ടിരിക്കാൻ പാടില്ല, നമ്മളൊക്കെ ശക്തിപ്പെട്ട് വളരെ ശക്തി കൊണ്ട് നിറയണം. എന്തിനാ? എനിക്ക് ശക്തി ഉണ്ടെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ? അത് ശരി, അതിനാണല്ലേ. എങ്കിലും ശക്തി ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ മഗതിയാണെന്ന് കാണിക്കാൻ, മറ്റുള്ളവരെക്കാൾ ഭക്തനാണെന്ന് കാണിക്കാൻ, എനിക്ക് ദൈവത്തോട് നിങ്ങളെക്കാളും അധികം ബന്ധമുണ്ടെന്ന് കാണിക്കാൻ, ഞാൻ കൈവച്ചാൽ അത്ഭുതങ്ങൾ നടക്കുമെന്ന് കാണിക്കാൻ. അങ്ങനെയൊന്നും അല്ലല്ലോ അപ്പോസ്തലന്മാർ പ്രവർത്തിച്ചത്. ആത്മീക പരിപാടികൾ, ആത്മീക അധികാരം, ആത്മീക അനുഭവങ്ങൾ, ഇതൊക്കെ നമ്മളുടെ ഇഷ്ടമനുസരിച്ച് ദൈവത്തെ സ്വാധീനിച്ച് ദൈവം നമ്മൾ പറയുന്ന പോലെ കേൾക്കത്തക്ക രീതിയിൽ ദൈവത്തെ ക്രമപ്പെടുത്തുന്നതായിരിക്കുന്ന ഒരു രീതിയാണ്. കത്തോലിക്ക മതത്തെക്കുറിച്ച് ഞാൻ പറയാം. കത്തോലിക്ക വിശ്വാസമുള്ള ഒരാളാണ് എങ്കിൽ നിങ്ങൾ അച്ഛനെ പിണക്കരുത്. അച്ഛനെ പിണയ്ക്കാനുള്ള പ്രശ്നം എന്താ? നിങ്ങളെ പാപങ്ങൾ ക്ഷമിച്ചു കിട്ടൂല, അതാ പ്രശ്നം. എൻ്റെ ഒരു സ്നേഹിതൻ മുൻകാല കത്തോലിക്കനായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ അച്ചായ എനിക്ക് ഹൃദയഭേദകമായ ഒരു സംഭവം ഉണ്ടായി. അതെന്താണെന്ന് ചോദിച്ചു. പറഞ്ഞു, അച്ഛനുമായിട്ട് വഴക്കുണ്ടാക്കി. അച്ഛനോട് ചെയ്തു പറഞ്ഞു, ഇയാൾ പോയി പണി നോക്കണമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, നീ ഇങ്ങ് വന്നേരടാ, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കാൻ നീ ഇങ്ങ് വന്നേര്, അന്നേരം ഞാൻ കാണിച്ചു തരാമെന്ന്. പാപം ക്ഷമിക്കൂല. എൻ്റെ പൊന്നെ, ഇനി എന്തോ ചെയ്യാൻ? ഈ പാപം കൊണ്ട് നടക്കില്ലേ ഉള്ളൂ. പാപം ക്ഷമിക്കാനുള്ള അവകാശം കുറച്ച് മനുഷ്യർക്ക് ദൈവം കൊടുത്താൽ നമ്മളുടെ സ്ഥിതി ഭയങ്കര ഗുരുതരമായി പോകും. പാപങ്ങൾ ക്ഷമിക്കാനായിട്ടുള്ള അവകാശം ചില മനുഷ്യനെ ഏൽപ്പിച്ചാൽ അതൊരു അപകടകരമായിരിക്കുന്ന സ്ഥിതിയാണ്. കത്തോലിക്ക മതം അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. അവരുടെ കയ്യിലാണ് പാപം ക്ഷമിക്കാനുള്ള ക്രമീകരണം എന്ന് പറയുന്നത്. അതാണെന്ന് ലേലത്തിൽ പിടിച്ചതാണ്. പാപം ക്ഷമിക്കാനുള്ള അവകാശം അവർക്ക് മൊത്ത വിലയ്ക്ക് കിട്ടി. ഇനി അവരെന്ത് ചെയ്യും? ചില്ലറയായിട്ട് വിൽക്കും. വിറ്റ് അങ്ങനെ വാഴും. അതാണ് അവരുടെ പരിപാടി. ദൈവം ആർക്കും അധികാരം കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടില്ല. അപ്പോസ്തലന്മാർക്ക് അധികാരമുണ്ടായിരുന്നില്ല. പാപം ക്ഷമിച്ചിട്ട് ശിമോൻ അവരോട് പറഞ്ഞു കേട്ടോ, എൻ്റെ പൊന്നെ, നിങ്ങളീ പറയുന്ന കാര്യം കേട്ടിട്ട് എനിക്ക് പേടി വരുന്നു. എനിക്കിതൊന്നും സംഭവിക്കാതിരിക്കാനായിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവിടെ ക്രിസ്തീയ വിശ്വാസത്തിലെ ഏറ്റവും കൂടിയ അപ്പോസ്തലൻ ആരായിരുന്നു? ഒന്നാമത്തെ മാർപ്പാപ്പ കത്തോലിക്കരുടെ ഭാഷയിൽ ആരാ? പത്രോസ് ലീഗ. ഇല്ലയോ? പത്രോസ് ലീഗയേക്കാളും കൂടിയ ബിരുദന്മാരുണ്ടോ? അതിനുശേഷം വന്ന് ആരെങ്കിലും പത്രോസ് ലീഗയുടെ അത്രയും കരുത്തുള്ള ആളായിട്ട് വന്നിട്ടുണ്ടോ? അദ്ദേഹം എന്താ മറുപടി പറഞ്ഞത്? നിന്റെ പാപങ്ങൾ ക്ഷമിച്ചു വന്നിരിക്കുന്നു, ഈ വേലയിറക്കം നീ ആരോട് ഇനിയും കാണിക്കരുത്. പറഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞില്ല. അതേതാ പറഞ്ഞത്? നീ മാനസാന്തരപ്പെട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക, പക്ഷേ നിന്റെ പാപങ്ങൾ ക്ഷമിച്ച് കിട്ടുമായിരിക്കും എന്നാണ് പറഞ്ഞത്. നിന്റെ പാപങ്ങൾക്ക് പ്രാർത്ഥിച്ചാൽ ക്ഷമിച്ച് കിട്ടുമെന്നെന്താ പറയാഞ്ഞേ? പക്ഷേ ക്ഷമിച്ച് കിട്ടുമെന്നാ പറഞ്ഞത്. അപ്പം പാപം ഏറ്റു പറഞ്ഞാൽ ക്ഷമിക്കുകയില്ലേ ദൈവം? അതെന്താ ജോസ് മാത്യു സഹോദരൻ അങ്ങനെ പക്ഷേ എന്ന് പറഞ്ഞതിൻ്റെ കാര്യമില്ല. പക്ഷേ എന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? ഇവൻ ശരിക്കും മാനസാന്തരപ്പെടുമെന്നുള്ള സംശയം കൊണ്ടാണ് പ്രശ്നം കേട്ടോ. ഇവൻ്റെ നിപ്പ് കണ്ടിട്ട് ഇവൻ മാനസാന്തരപ്പെടുന്ന ലക്ഷണം കാണുന്നില്ല.
നീ മാനസാന്തരപ്പെട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, പക്ഷേ എന്ന് പറഞ്ഞ മാനസാന്തരത്തിൻ്റെ ഒരു ക്വാളിഫിക്കേഷനായി ഈ പക്ഷേ എന്ന് പറഞ്ഞത്. പക്ഷേ ദൈവം നിന്നോട് ക്ഷമിച്ചു തരുമായിരിക്കും. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, പാപം ക്ഷമിക്കാനുള്ള അവകാശം സ്വർഗത്തിലെ ദൈവത്തിനല്ലാതെ, കർത്താവായ യേശു ക്രിസ്തുവിനല്ലാതെ മറ്റാർക്കുമില്ല. ദൈവം തൻ്റെ അവകാശങ്ങളും അധികാരങ്ങളും ആർക്കും അങ്ങനെ ലേലത്തിൽ വിറ്റിട്ടില്ല, ഒരു പ്രസ്ഥാനത്തിനും കൊടുത്തിട്ടില്ല. അത് നേരിട്ട് മധ്യസ്ഥന്മാർ മുഖാന്തരമല്ലാതെ നേരിട്ട് ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിക്കുക എന്നുള്ളത് തന്നെയാണ് ദൈവത്തിൻ്റെ ക്രമീകരണം എന്ന് പറയുന്നത്. എന്നെ സ്വർഗത്തിന് താക്കോൽ ഏൽപ്പിച്ചായിരുന്നെങ്കിൽ, ഞാൻ നല്ലൊരു മനുഷ്യനാകട്ടോ, മാവി വർഷവനെ അറിയത്തില്ല, നല്ല ആളല്ലയോ, എന്നെ ഏൽപ്പിച്ചായിരുന്നെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്കായിരുന്നു. നിങ്ങൾ എന്നോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഞാൻ വാതിലടയ്ക്കും, നിങ്ങൾ ആരും അവിടെ കയറുകയില്ല. സ്വർഗം മിക്കവാറും എൻ്റെ പക്ഷക്കാരായിരിക്കുന്ന ചുരുക്കം മനുഷ്യനെ കൊണ്ട് പരിമിതപ്പെടും എന്നുള്ളൊരു യാതൊരുക്കുമില്ല. സ്വർഗത്തിലെ ദൈവം എടുക്കുന്നില്ല, അതുകൊണ്ടല്ലേ എന്നെ അതേൽപ്പിക്കാൻ. ലോകത്തൊരു മനുഷ്യനെയും ദൈവം ഈ അധികാരം ഏൽപ്പിച്ചിട്ടില്ല. ദൈവം നേരിട്ട് കൊടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ അടുക്കൽ നേരിട്ട് വന്ന് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് കർത്താവിനോട് പാപക്ഷമയ്ക്കായി യാചിച്ചാൽ ദൈവം നേരിട്ട് നിങ്ങൾക്കത് തരും. മധ്യസ്ഥന്മാരെ ആരെ ഏൽപ്പിച്ചിട്ടില്ല. ഒരു ബാപ്റ്റിസ്റ്റ് പാസ്റ്റർ, അദ്ദേഹത്തിന് ഒരു കത്ത് കിട്ടി. ആ കത്തിൽ എഴുതിയിരുന്നത് ദൈവത്തിന് അഡ്രസ്സ് ചെയ്താണ് എഴുത്ത്. അപ്പം പോസ്റ്റ് ഓഫീസിൽ വന്നപ്പോൾ ദൈവത്തിന് അഡ്രസ്സ് ചെയ്ത് എങ്ങോട്ടാണ് കൊണ്ട് കൊടുക്കുന്നത്, അവരടുത്ത ബാപ്റ്റിസ്റ്റ് പാസ്റ്റർക്ക് കൊണ്ട് കൊടുത്തു. അപ്പോൾ ബാപ്റ്റിസ്റ്റ് പാസ്റ്റർ വായിച്ചപ്പോൾ, എനിക്ക് ഒരു $500 വേണം ദൈവമേ, ഞാൻ ആകെപ്പാടെ ബുദ്ധിമുട്ടിലാണെന്ന് പറഞ്ഞാണ് ഇദ്ദേഹം എഴുതിയിരിക്കുന്നത്. അവിടെ ഈ കത്ത് പുള്ളിയുടെ പള്ളിയിൽ വായിച്ചു. ഒരു ഓഫറിങ് എടുത്തു, $450 കിട്ടി. അതുകൊണ്ട് ഇദ്ദേഹം ഈ ഇദ്ദേഹത്തിന് അഡ്രസ്സൊക്കെ ഉണ്ട്, അദ്ദേഹത്തിന് കൊണ്ട് ഈ $450 കൊടുത്തു. പിറ്റേ ആഴ്ച പിന്നെയും ഒരു കത്ത്, താങ്ക്സ് പറഞ്ഞ കേട്ടോ, നന്ദി പറഞ്ഞുള്ളൊരു കത്താണ്. അപ്പോൾ അതിൻ്റെ അവസാനം ഇത് എഴുതിയിട്ടുണ്ട്, ദൈവമേ അടുത്ത പ്രാവശ്യം അവിടുന്ന് എനിക്ക് കാശ് തരുമ്പോൾ ബാപ്റ്റിസ്റ്റ് പാസ്റ്ററെ ഏൽപ്പിക്കരുത്, അദ്ദേഹം 500 തന്നില്ല, 450 തന്നുള്ള 50 രൂപ അദ്ദേഹം വീക്ക് ചെയ്തതാണ്. ഇടയ്ക്ക് നിന്ന് ഇയാൾ വീക്ക് ചെയ്ത്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, മധ്യസ്ഥന്മാരെ ഏൽപ്പിച്ച പ്രശ്നമാണ് കേട്ടോ. നേരിട്ടുള്ള ട്രാൻസാക്ഷനാണ് ദൈവം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ ആത്മീയ അധികാരവും പരിപാടികളുമൊക്കെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ള ആ പ്രവണത നമുക്കെല്ലാവർക്കും ഉണ്ട്. ആത്മീക നേതൃത്വം തന്നെ നോക്കിക്കോളൂ, ആത്മീയ അധികാരത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചുകൊള്ളൂ. ഇതൊക്കെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള പരീക്ഷയുണ്ട്. അധികാരം കിട്ടിയ മനുഷ്യൻ എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത്? സഭയിലെ അധികാരത്തെക്കുറിച്ച് തന്നെ പറയാം. എങ്ങനെ ഉപയോഗിക്കുന്നത്? എനിക്കെതിരായിട്ട് ആരെങ്കിലും നിന്നാൽ അപ്പം നുറുക്കുന്ന ഞാൻ വിലക്കും, അത് വേറെ കാര്യം. എന്തൊരു അധികാര ദുർവിനിയോഗമാണ് മനുഷ്യരുടെ ഹൃദയത്തിലുള്ളത്. അതുകൊണ്ട് അധികാരങ്ങളൊക്കെ ആവശ്യമാണ് പരിധി വരെ എന്നുള്ളത് ശരിയാണ്. എന്നാൽ ദൈവഹിതപ്രകാരം ദൈവം തരുന്ന ദാനങ്ങളെയും അധികാരങ്ങളെയും ഉപയോഗിക്കുവാനുള്ള പാകതയും പക്വതയും ദൈവഭക്തിയും നമുക്ക് ആവശ്യമാണ്. അതില്ലെങ്കിൽ അത് വലിയ അപകടമാണ്, അത് വലിയ അപകടമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ലോകത്തിലുള്ള അനേക ആത്മീയ പ്രസ്ഥാനങ്ങൾ ഈ മഹതികളെ കൊണ്ട് നിറഞ്ഞ ഒരു രീതിയിലേക്ക് ആയിട്ടുണ്ട്. അവരുടെ കയ്യിലാണ് ഈ അവകാശം എല്ലാം എന്ന് അവർ പറയുന്നത്. അവരെ കൂടാതെ ദൈവാനുഗ്രഹം പ്രാപിക്കാനായിട്ട് സാധിക്കുകയില്ല. അനുഗ്രഹം വേണം, എന്ത് ചെയ്യണം? അവരുടെ മുമ്പിൽ പോയി നമ്മൾ തലകുനിക്കണം. എന്നിട്ട് അവരിങ്ങനെ കൈയൊക്കെ നീട്ടി പരിശുദ്ധാത്മാവിനെ തന്നൊന്നും നമുക്കറിയത്തില്ല. ഏതായാലും അതാണ് അവരുടെ പരിപാടി. അത് ക്രിസ്തീയമല്ല എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. വിശ്വാസികൾക്ക് ദൈവത്തോടുള്ള ബന്ധം നേരിട്ടുള്ള ബന്ധമാണ്. അതിന് മധ്യസ്ഥന്മാർ ആവശ്യമില്ല. എന്നാൽ മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ ഉണ്ട് കേട്ടോ. മറ്റ് സഹോദരങ്ങളോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ പറയാം, അപേക്ഷിക്കാനായിട്ടൊക്കെ പറയാം, അത് നല്ല കാര്യമാണ്. എന്നാൽ മധ്യസ്ഥന്മാരായിട്ട് അവരെ നിർത്താനായിട്ട് സാധിക്കുകയില്ല, നേരിട്ടാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പ്രയോഗമാണ്, ബൈബിളിലെ പ്രയോഗമാണ്, നാം ദൈവമക്കളാകുന്നു എന്ന് പറയുന്ന കാര്യം. അത് ക്രിസ്തീയ വിശ്വാസത്തിന് മാത്രമേ ഉള്ളൂ കേട്ടോ, മറ്റെങ്ങും നമുക്കത് കാണാനൊക്കത്തില്ല. ഒരു മുസ്ലിം ആയാൽ നിങ്ങളെ എങ്ങനെയാണ് ദൈവം സ്വീകരിക്കുന്നത്? എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? മകനായി, അള്ളായുടെ മകനായി. എൻ്റെ പൊന്നെ, അങ്ങനെ പറ്റുമോ?
ഫിലിപ്പ് സഹോദര. എങ്ങനെ സ്വീകരിക്കുന്നത്? അടിമയായിട്ടാണ് സ്വീകരിക്കുന്നത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ്, അടിമയായിട്ട് സ്വീകരിക്കുന്നത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ദൈവം നമ്മളെ സ്വീകരിച്ചിരിക്കുന്നത് മക്കളായിട്ടാണ്. നിങ്ങളുടെ വീട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ വളർന്നു വന്ന വീടിനെക്കുറിച്ച് പറയാം, എൻ്റെ വീടിനെക്കുറിച്ചും പറയാം. അപ്പനോട് ശുപാർശ ചെയ്യാനായിട്ട് മക്കൾക്ക് മറ്റാരുടെയും മധ്യസ്ഥത ആവശ്യമില്ല. അമ്മയുടെ ഇടയ്ക്ക് നിർത്തി ഒന്നും പറയണ്ട, അപ്പനോട് കാര്യം പറയാനായിട്ട് നേരിട്ട് പറയാം. ദൈവത്തിൻ്റെ ഭവനം ഒരു നല്ല ഭവനമാകട്ടോ. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മക്കളെന്നുള്ള നിലയിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പനോട് കാര്യം നേരിട്ട് പറയാം. അതാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. ഈ മധ്യസ്ഥന്മാരെല്ലാം ഇടയ്ക്ക് വരുന്നത് കാശ് വീക്കാനാകട്ടോ. അവർ നമ്മളെ കളിപ്പിക്കാൻ വേണ്ടിയാണ് ഈ മധ്യസ്ഥന്മാരായിട്ട് ഇടയ്ക്ക് കയറുന്നത്. അവരെല്ലാം വഞ്ചകന്മാരാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ്, എന്നാൽ ഞാൻ പ്രാർത്ഥിച്ചെങ്കിലേ നിങ്ങളുടെ കാര്യം നടക്കുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞാൽ അത് വഞ്ചനയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ആത്മീയ അവകാശങ്ങൾ പ്രാപിക്കുക എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനാണ്. ഞാനൊരു വാക്കുകൂടെ അതിനോട് ചേർത്ത് പറയാം. നിങ്ങൾ ആത്മീയന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം എന്താണ് നിങ്ങളുടെ അതിൻ്റെ ലക്ഷ്യം? എന്താ? ആത്മീയനാകണം എനിക്ക്. അതൊരു നല്ല ആഗ്രഹമാണ് കേട്ടോ. ദൈവം ആഗ്രഹിക്കുന്ന പോലെയുള്ള ആത്മീയത എനിക്ക് വേണം. അതിൻ്റെ ലക്ഷ്യം എന്താ? ആത്മീയത കിട്ടിക്കഴിയുമ്പോൾ എനിക്ക് മറ്റുള്ളവരുമായിട്ട് എന്നെ തന്നെ തുലനപ്പെടുത്തി ഞാൻ വലിയ ആത്മീയനാണെന്ന് എനിക്ക് പറയാൻ പറ്റും, അല്ലേ? മറ്റുള്ളവരെക്കാൾ ഞാൻ മെച്ചമാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ പ്രാർത്ഥിച്ച ദൈവം കേൾക്കും, മറ്റുള്ളവർ പ്രാർത്ഥിച്ച ദൈവം കേൾക്കത്തില്ല. ഓഹോ, അത് ശരി. അതിനുവേണ്ടിയാണോ ഇത്രയും ബുദ്ധിമുട്ടുന്നത്? ക്രിസ്തീയമായിരിക്കുന്ന ഈ ആത്മീയത എന്ന് പറയുന്നത് സ്വാർത്ഥതയല്ല കേട്ടോ. ഞാൻ ആത്മീകനാകുന്നത് എന്നെ തന്നെ ഉയർത്തുവാനുള്ള ഒരു 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 പരിപാടി എന്നുള്ള നിലയിലല്ല. ദൈവം നമുക്ക് ഉയർച്ചയൊക്കെ തരും എന്നുള്ള കാര്യം ശരിയാണ്, പക്ഷെ അതിൻ്റെ ലക്ഷ്യം അതല്ല. എനിക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തുവാൻ, മറ്റുള്ളവർക്ക് നന്മ വരുവാൻ കഴിയുന്ന രീതിയിൽ എൻ്റെ ജീവിതം രൂപപ്പെടുക എന്നുള്ളതാണ് ആത്മീയതയുടെ ലക്ഷ്യം. അതാ സ്വാർത്ഥമായ ആത്മീയതയല്ല. ഞാൻ മറ്റുള്ളവരെക്കാളും വലിയവനാണെന്ന് കാണിക്കാനുള്ള ആത്മീയവുമല്ല. എൻ്റെ ജീവിതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തിനായി ലോക പ്രയോജനകരമായി തീരണമെന്നുള്ള രീതിയിൽ രൂപപ്പെടുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിച്ചതാണ്, ആത്മീയ അനുഗ്രഹങ്ങളും അധികാരങ്ങളും ഒക്കെ ഞാൻ പറയുന്ന പോലെ കാര്യം നടക്കാൻ ഉള്ള ഒരു സ്ഥിതി വരണം എന്നുള്ള നിലയിൽ ആഗ്രഹിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ കർത്താവിനോട് ചേർന്ന് നിന്നാൽ നിങ്ങൾ പറയുന്നത് കർത്താവ് കേൾക്കാനുള്ള സാധ്യത കൂടുതലാകട്ടോ. അതൊക്കെ ശരിയാണ്. നീതിമാന ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അത് ശരിയാണെങ്കിലും ഞാൻ പറയുന്ന പോലെ ദൈവം കേൾക്കും എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് വരികയില്ല കേട്ടോ. ദൈവം പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ നില എന്താണ്? പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ നില എന്താ? ഞാൻ പറയുന്നത് പോലെ ദൈവം കേൾക്കും. അതാണ്. ഞാൻ നല്ല വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും. ഞാൻ എന്ത് പ്രാർത്ഥിച്ചാലും ദൈവം എനിക്ക് തരും എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതല്ല കേട്ടോ പ്രാർത്ഥന ഉദ്ദേശിച്ച്. കർത്താവിൻ്റെ പ്രാർത്ഥനയാണ് ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന. അതെന്നറിയോ? എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ. അതാണ് ഏറ്റവും ഉദാത്തമായ പ്രാർത്ഥന. അതാണ് എൻ്റെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കണം. ദൈവ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ രൂപപ്പെടുന്നതാണ്, അതിനായിട്ട് ദൈവം നമ്മളെ രൂപപ്പെടുത്തുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന. അതാണ്. അപ്പം അതുകൊണ്ട് ആത്മീക അധികാരങ്ങളുടെയും ആത്മീക അവകാശങ്ങളുടെയും പദവികളുടെയും ഒക്കെ ലക്ഷ്യമെന്താ? സ്വാർത്ഥ താല്പര്യമല്ല, അത് കച്ചവടമാക്കുന്നതല്ല, മനുഷ്യനെ വലുതാക്കുന്നതല്ല. അത് ദൈവനാമ മഹത്വത്തിനായിട്ട് ജീവിക്കുന്നതും മറ്റുള്ളവർക്ക് പ്രയോജനകരമായ രീതിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതുമാണ് എന്നതാണ് ഞാൻ രണ്ടാമത്. മൂന്നാമതൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതെന്താണെന്ന് ചോദിച്ചാൽ, അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞ കാര്യമാണ്. ദൈവത്തിൻ്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാം എന്ന് നീ നിരൂപിക്കൊണ്ട് നിൻ്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ വേല, ദൈവത്തിൻ്റെ പ്രവർത്തനമെന്ന് പറയുന്നത് ദൈവദാനങ്ങളുടെ കാര്യവിചാരകത്വമാണ്. ദ സ്റ്റുവർഡ്ഷിപ്പ് ഓഫ് ദ ഗിഫ്റ്റ്സ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ദാനം. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തതെല്ലാം
ദൈവത്തിന് ദാനമായിട്ട് ചെയ്തതാ കേട്ടോ. ദൈവത്തെ വശീകരിച്ച്, ദൈവത്തെ പ്രലോഭിപ്പിച്ച്, ദൈവത്തിന് കാശ് കൊടുത്ത്, ദൈവത്തെ വശീകരിച്ചല്ല ദൈവത്തിൻ്റെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. അതൊക്കെ ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ കരുണയാണ്. അങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അല്ലാതെ ദൈവത്തെ വശീകരിക്കുവാനും സ്വാധീനിക്കുവാനും നമുക്ക് സാധിക്കുകയില്ല. ദൈവത്തിന് 100 രൂപ കൊടുത്താൽ ദൈവം ചെയ്യും, നമുക്ക് 1000 രൂപ തരും. ദൈവത്തിന് എന്തിനാ ഈ 100 രൂപ? ഞാൻ മനസ്സിലാക്കിയത് ഈ ലോകം മുഴുവൻ ദൈവത്തിൻ്റെതാണെന്നല്ലോ, ഈ പ്രപഞ്ചം മുഴുവൻ ദൈവത്തിൻ്റെതാണെന്നല്ലാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം 100 രൂപയ്ക്കുള്ള ആഗ്രഹം ദൈവത്തിന് ഒരിക്കലും വരികയില്ല. 1000 രൂപ അത് വരികയില്ല. പക്ഷെങ്കിൽ 100 രൂപയല്ല 1000 രൂപയല്ല 10 രൂപയാണെങ്കിലും കൊടുത്താൽ കർത്താവ് വാങ്ങിക്കും കേട്ടോ. അത് വേറൊരു കാര്യം, അത് വേറൊരു നിലയിലാണ്. വിധവയുടെ 2 കാശല്ലേ, കർത്താവ് പറഞ്ഞു എല്ലാ ആൾക്കാരെക്കാളും കൂടുതൽ ഇത് കിട്ടും. എൻ്റെ കാര്യം എന്താ? കാശ് കൊടുത്തുകൊണ്ടല്ല, കൊടുത്തതിൻ്റെ പിൻപിലുള്ള മനോഭാവമാണ്, കൊടുത്തതിൻ്റെ പിൻപുള്ളതായിരിക്കുന്ന സമർപ്പണമാണ്, ത്യാഗമാണ്. അവിടെയാണ് ദൈവം പ്രസാദിച്ചത്, അല്ലാതെ പണത്തിൻ്റെ വലിപ്പത്തിലൊന്നുമല്ല. അങ്ങനെ ഒന്നും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കില്ല. താഴെ അപ്പസ്തലനായ പത്രോസ് പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അദ്ദേഹം പറഞ്ഞു, അപ്പം ദൈവത്തിൻ്റെ ദാനമാണ് ദൈവത്തിൻ്റെ പ്രവർത്തനം. ദൈവത്തിൻ്റെ ദാനമായിട്ടാണ് ദൈവം രക്ഷ നൽകുന്നത്. ദൈവം നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കുന്നത് ദൈവത്തിൻ്റെ കരുണയിൽ നിന്നാണ്. ദൈവം നമ്മളോട് കരുണ ചെയ്യുന്നതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ദാനങ്ങളുടെ കാര്യവിചാരകത്വമാണ് ക്രിസ്തീയ ജീവിതവും ക്രിസ്തീയ വേലയും എന്ന് പറയുന്നതാണ്. അപ്പോൾ അതിനെതിരായി നിൽക്കുന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞു, നിൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായതുകൊണ്ട്, നിൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളത് അല്ലായതുകൊണ്ട്. ദൈവം നമ്മിൽ പ്രസാദിക്കുന്നത് എപ്പോഴാണ്? നമ്മളുടെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതായിട്ട് തീരുമ്പോഴാണ് ദൈവം പ്രസാദിക്കുന്നത്. ഹൃദയമാണ് ഹൃദയത്തിൻ്റെ, അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ പ്രശ്നമാണ് പ്രശ്നത്തിൻ്റെ ഹൃദയം. ഹൃദയം ശരിയാകാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും ഒരിക്കലും സാധിക്കില്ല. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് വെച്ചുകൊണ്ട് നിങ്ങൾ മറ്റൊന്ന് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ ദൈവം അതൊരിക്കലും സ്വീകരിക്കുകയില്ല. നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ദൈവം സ്വീകരിക്കുകയുള്ളൂ. ഭാഗ്യപ്രകടനമായി ചെയ്യുന്ന ഒരു കാര്യവും ദൈവം സ്വീകരിക്കില്ല. അവിടെ നിങ്ങൾ കൊടുക്കുകയും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് ഒരു മുഖ്യ ചോദ്യമായിട്ട് ചോദിക്കണം, നിങ്ങൾ എന്തിനാണ് കൊടുക്കുന്നത്? മനുഷ്യരെ കാണിക്കാനാണോ? ഞാൻ ഔദാര്യമുള്ള ആളാണ് എന്ന് പ്രസിദ്ധിപ്പെടുത്താനാണോ? മറ്റുള്ളവരെ സ്വാധീനിക്കാനായിട്ടാണോ ദാനം ചെയ്യുന്നത്? അങ്ങനെ ചെയ്താൽ കർത്താവ് പറഞ്ഞത് എന്താണെന്നറിയോ? കിട്ടിപ്പോയി എന്ന് പറഞ്ഞു, പ്രതിഫലമൊക്കെ കിട്ടിപ്പോയി എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഹൃദയം നേരുള്ളത് ആയിരിക്കണം. ദൈവം സ്വീകരിക്കുന്ന ആരാധന, ദൈവം സ്വീകരിക്കുന്ന ശുശ്രൂഷ, ദൈവം സ്വീകരിക്കുന്ന സമീപനം എന്നത് നിർമ്മലമായ ഹൃദയമാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നുള്ള ലക്ഷ്യത്തോടുകൂടെ വിനയപ്പെട്ട് മാനസാന്തരപ്പെട്ട് താഴ്മയും വിനയവുമുള്ള ഹൃദയത്തെ ദൈവം ആദരിക്കുന്നു. നുറുങ്ങിയും തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയം. ദൈവാനുഗ്രഹം എങ്ങനെയാണ് പ്രാപിക്കുന്നത്? കർത്താവേ എനിക്ക് തരണം കേട്ടോ, അല്ലെങ്കിൽ അങ്ങനെയല്ല. യാബോക്ക് കടവിൽ വെച്ച് ദൈവത്തെ സന്ധിച്ചതുപോലെ അല്ലേ? എങ്ങനെയാണ് പറഞ്ഞത്? കർത്താവേ നീ എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറയും. കാരണം ചോദിച്ചാൽ he was so desperate, his life was in danger. ദൈവം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ താൻ ജീവനോടെ ഇരിക്കയില്ല എന്നുള്ളത് യാക്കോബിന് നിശ്ചയമായിരുന്നു. കാരണം 700 ആളുകളുമായിട്ട് തൻ്റെ സഹോദരൻ തന്നെ എതിർക്കാൻ വരുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാം. He raised his hand, തൻ്റെ കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി ഏറ്റവും എളിമപ്പെട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടു കേട്ടോ. തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവം മറികടക്കുകയില്ല, അതിനെ മറന്നു കളയുകയില്ല. നിർമ്മലമായ നിൻ്റെ ഹൃദയം നേരുള്ളതല്ല. അപ്പം ഞാനത് എന്നെ യൂട്യൂബിൽ ശ്രദ്ധിക്കുന്ന പ്രസംഗകന്മാരോട് ഞാൻ ചോദിക്കുക, നിങ്ങളുടെ ഹൃദയം നേരുള്ളതാണോ? ഈ പണിക്കെന്തിനാണ് ഇറങ്ങിയത്? ഹൃദയശുദ്ധിയോടുകൂടെ നല്ല മനസാക്ഷിയോടുകൂടെ ദൈവത്തെ സേവിക്കുക എന്നുള്ളതാണോ നിങ്ങളുടെ ലക്ഷ്യം?
അതോ മനുഷ്യരെ വഞ്ചിക്കുക എന്നുള്ളതാണോ? നേരുള്ള ഹൃദയം. അത് പ്രസംഗന്മാർക്ക് മാത്രം ബാധകമല്ല കേട്ടോ, നമുക്ക് എല്ലാവർക്കും ബാധകമായിരിക്കുന്ന കാര്യമാണ്. നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളത്, സത്യസന്ധമായത്, കാപട്യമില്ലാത്തത്, ദൈവത്തിന് മുൻപാകെ തുറന്ന, ബലഹീനതകളെ സമ്മതിക്കുന്ന, പാപങ്ങളെ ഏറ്റുപറയുന്ന, വിനയമുള്ള ഒരു ഹൃദയമാണ് ദൈവം പ്രസാദിക്കുന്ന ഹൃദയം. അതാണ്. പിന്നെ പറഞ്ഞു കേട്ടോ, നീ മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നിനക്ക് ഈ കാര്യത്തിൽ പങ്കുപോകരിയില്ല. ഒരുപാട് വേല ചെയ്യുന്ന ഈ ആളുകൾ ചെയ്യുന്ന വേലയിൽ കർത്താവിന് പങ്കുപോകരിയുമില്ല കേട്ടോ. ദൈവം ഇങ്ങനെയുള്ള വേലകളെ ഒന്നും സമ്മതിച്ചിരിക്കുകയില്ല. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം വിനയത്തോടുകൂടെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവപ്രസാദത്തിനായി ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ദൈവം സ്വീകരിക്കുകയുള്ളൂ. മറ്റതൊന്നും ദൈവം സ്വീകരിക്കുകയില്ല. പിന്നെ പറഞ്ഞു, നീ കയ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ കാണുന്നു. നീ കയ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം ചെയ്ത പ്രവർത്തനത്തിൻ്റെ കാര്യം എന്ന് ചോദിച്ചാൽ, ഹൃദയത്തിലുള്ള കയ്പ്, ഹൃദയത്തിലുള്ളതായിരിക്കുന്ന മത്സരം, ഇതാണ് പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇദ്ദേഹം ഇത് ചോദിക്കാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അപ്പസ്തലന്മാർ പോയി കഴിഞ്ഞാൽ അപ്പസ്തലന്മാർ ചെയ്തതുപോലെ തന്നെ തനിക്കും ചെയ്യാൻ പറ്റണം, എന്നിട്ട് മറ്റുള്ളവരുമായിട്ട് പിടിച്ചു നിൽക്കാൻ, മറ്റുള്ളവരെക്കാരും മെച്ചമായി തീരാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാരും അതി സ്വാധീനം പ്രാപിക്കാനുള്ളതായിരിക്കുന്ന ഒരു ക്രമീകരണം ഉണ്ടാകണം എന്നാണ് ഇദ്ദേഹം അതിനെക്കുറിച്ച് ആഗ്രഹിച്ചത്. മത്സരമാണ് കേട്ടോ. ശുശ്രൂഷകളുടെയൊക്കെ ലക്ഷ്യം എന്താ? നമ്മളുടെ അയൽക്കാരനായിരിക്കുന്ന മറ്റ് സഭകളെക്കാൾ നമുക്കൊന്ന് അവരെ ഒന്ന് തോൽപ്പിക്കണം അല്ലേ? മറ്റുള്ളവരെക്കാളും മെച്ചമാകാനുള്ള ആഗ്രഹം നല്ല കാര്യമാണ്. എന്തിനാന്നുള്ള ചോദ്യം വളരെ പ്രസക്തവുമാണ്. നമ്മൾ ആരെയും ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. ആരുടെയും മുൻപിൽ നമുക്കൊരു പ്രകടനം കൊണ്ടും പ്രയോജനവുമില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളത് തന്നെ നമ്മൾ ലക്ഷ്യമാക്കണം. ദൈവഹിതത്തിന് നിവൃത്തിയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് ഉറപ്പാക്കണം. മത്സരത്തിലും കയ്പിലും ഒന്നും പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെ ദൈവം സ്വീകരിക്കുകയില്ല. അത് ദൈവത്തിന് മുൻപാകെ നിന്ദ്യമായ കാര്യമാണ്. എന്നിട്ട് പറഞ്ഞു, നീ മാനസാന്തരപ്പെടണം എന്ന് പറഞ്ഞു. എന്നെ പോലെ സഹോദരങ്ങളെ, അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവത്തിന് സ്വീകാര്യമല്ലാത്ത ഒരുപാട് കാര്യമുണ്ട് കേട്ടോ. ഞാൻ എത്തിച്ചേർന്നു എന്ന് വിചാരിക്കുന്നുവെങ്കിൽ ഞാൻ തെറ്റിപ്പോയി. നമുക്കെല്ലാം വി ഓൾ സ്ട്രഗിൾ. നാം എങ്ങനെ നമ്മളുടെ പ്രശ്നങ്ങളെയും പ്രതിബന്ധങ്ങളെയും നേരിടുന്നു എന്നുള്ളത് നാം എങ്ങനെയുള്ള ആളുകളാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. നമ്മളുടെ പാപങ്ങളെ അംഗീകരിച്ച്, നമ്മളുടെ തെറ്റുകളെ സംബന്ധിച്ച്, നമുക്ക് ദൈവം തന്ന അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ ദൈവഹിതപ്രകാരം തന്നെ ഉപയോഗിക്കുവാൻ വിനയം പ്രാപിച്ച് ദൈവസന്നിധിയിൽ വിനയപ്പെടുന്നുവെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെന്നുള്ളതിൻ്റെ യാതൊരു തർക്കമില്ല. കർത്താവിലും അവൻ്റെ സുവിശേഷത്തിനുമുള്ള നമ്മുടെ ധൈര്യം നമുക്ക് തിരിച്ചു പിടിക്കണം. നമ്മളുടെ ഒന്നും നന്മ കൊണ്ടല്ല, കർത്താവും തൻ്റെ സുവിശേഷവുമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ധൈര്യം. സുവിശേഷത്തിനും കർത്താവിനും വേണ്ടി നിൽക്കുക. പ്രസിദ്ധിയും മറ്റ് പരിപാടികളും ഒന്നും, അത് വന്നെങ്കിൽ വന്നോട്ടെ, നമുക്കതിനകത്ത് വിരോധമില്ല. പക്ഷെ അതൊന്നും നമ്മളെ ലക്ഷ്യമല്ല കേട്ടോ. നമ്മളെ ലക്ഷ്യമെന്ന് പറയുന്നത് കർത്താവിനെ പ്രസാദിപ്പിക്കുക, ദൈവം നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ വിശ്വസ്തയോടെ നിവർത്തിക്കുക. അത് തന്നെയാണ് നമ്മളുടെ ലക്ഷ്യം. സ്വർഗത്തിലെ ദൈവം അതിനുള്ള കരുത്ത് നമുക്ക് തരും കേട്ടോ. സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിപ്പാൻ മനസ്സുള്ളവനാണ്. നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കുന്നവനാണ്, നമ്മെ സഹായിക്കുന്നവനാണ്. നമുക്ക് നമ്മളുടെ പിതാവിനോട് നേരിട്ട് പ്രാർത്ഥിക്കാനുള്ള അവകാശം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. നിങ്ങളൊരു ബലഹീന സഹോദരനാണെങ്കിൽ, ഒരു ബലഹീന സഹോദരിയാണെങ്കിൽ, ദൈവം നിങ്ങളെ സ്വന്തം മകളായി മകനായി സ്വീകരിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളെ ദൈവം കേൾക്കും. അതാണ് ദൈവം നമുക്ക് തരുന്ന. നിങ്ങൾ വലിയ കൂടിയ പ്രസിദ്ധന്മാരുടെ അടുത്തൊന്നും പോകേണ്ട കാര്യമില്ല. നിങ്ങളുടെ പ്രാർത്ഥനയുടെ നിശബ്ദതയിൽ, നിങ്ങളുടെ രാത്രികളിൽ നിങ്ങളുടെ കട്ടിൽ നിന്ന് ഇറങ്ങി താഴെ മുട്ട നിന്നാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ, അങ്ങനെ നിൽക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന പ്രാർത്ഥനകളെ ദൈവം കേൾക്കും. അത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഉറപ്പായ വാഗ്ദാനമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവം കേൾക്കും. നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ദൈവസന്നിധിയിൽ പരിശോധിക്കാം. നമ്മുടെ ലക്ഷ്യങ്ങൾ വന്നുപോയ പരാജയങ്ങളെ നമുക്ക് സമ്മതിക്കാം. നമ്മളിലുള്ള എല്ലാ കാപട്യങ്ങളെയും നമുക്ക് ഉപേക്ഷിക്കാം. പ്രസിദ്ധി, അധികാരം, പണം, ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ
അങ്ങനെ വെച്ചുള്ള എല്ലാ പരിപാടികളും നമുക്ക് ഉപേക്ഷിക്കാം. വി ക്യാൻ സ്ലോലി റൺ ഇൻ ടു ഇറ്റ്. നമുക്ക് സാവകാശമായി ഇങ്ങനെയുള്ള കെണികളിൽ ചെന്ന് അകപ്പെടാനായിട്ട് സാധിക്കും. നമ്മുടെ നിർമ്മലതയും ഏകാഗ്രതയും വിട്ടുകളയുവാൻ കഴിയും. നമ്മുടെ ജീവിതങ്ങളെയും ലക്ഷ്യങ്ങളെയും നമ്മൾ പുനഃപരിശോധിക്കണം. നമ്മൾ മാനസാന്തരപ്പെടണം, ദൈവസന്നിധിയിൽ വിനയപ്പെടണം. എങ്കിലേ നമുക്ക് അനുഗ്രഹം വരികയുള്ളൂ. നമുക്ക് ആരെയാണ് പ്രസാദിപ്പിക്കേണ്ടത്? അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കണം കേട്ടോ. ആരെയാണ് പ്രസാദിപ്പിക്കുന്നത്? ദൈവത്തെ അല്ലേ. ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ 2 കാര്യം ഞാൻ പറയാം, വേഗത്തിൽ പറയാം. ഒന്ന്, ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് എളുപ്പമാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എളുപ്പമാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെ ഹൃദയത്തിൽ കൂടെ കടന്നു പോകുന്ന സകല ചിന്തകളും അറിയുന്ന കർത്താവ് നമ്മൾ എന്ത് ആഗ്രഹത്തോടു കൂടെയാണ് തൻ്റെ സന്നിധിയിൽ വരുന്നതെന്ന് കർത്താവിന് അറിയാം. അപ്പം അതുകൊണ്ട് നല്ല ഹൃദയത്തോടു കൂടെ ദൈവസന്നിധിയിൽ വന്നാൽ നിശ്ചയമായും ദൈവം പ്രസാദിക്കും. അതിൻ്റെ മറുവശം കൂടെ ഞാൻ പറയാം. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ബുദ്ധിമുട്ടാണ് കേട്ടോ. ദൈവത്തെ പ്രസാദിക്കുന്ന ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ ഹൃദയത്തിൽ കൂടെ കടന്നു പോകുന്ന സകല ചിന്തകളെയും അവൻ അറിയുന്നു. നമ്മുടെ കാപട്യങ്ങളെയും പ്രകടനങ്ങളെയും കർത്താവ് ഒരിക്കലും അംഗീകരിച്ചു തരികയില്ല. നമ്മുടെ കാപട്യങ്ങളെയും പ്രകടനങ്ങളെയും ദൈവം ഒരിക്കലും അംഗീകരിച്ചു തരികയില്ല. പച്ചയായി നാം ആയിരിക്കുന്നത് പോലെ തന്നെ നമ്മളെ അറിയുന്ന ദൈവത്തിന് മുൻപാകെ വിനയപ്പെടാതെ മാനസാന്തരപ്പെടാതെ നമുക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പം അതുകൊണ്ട് നമുക്കുള്ള അപകടം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾ എന്താണ്? നമ്മുടെ പ്രശ്നം എന്താണ്? ഇത് നമുക്ക് ദൈവസന്നിധിയിൽ പരിശോധിക്കാം. നമ്മളെ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ വിനയപ്പെടുത്താം. നമ്മുടെ ലക്ഷ്യം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതാണ്, ദൈവത്തിന് വേല ചെയ്യുന്നതാണ്. അതുകൊണ്ട് ദൈവം പറയുന്ന നിലകളിൽ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനയത്തോടുകൂടെ പ്രവർത്തിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ വലിയവനായ ദൈവമേ, ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരു കോണിൽ ഈ ശിമോനുണ്ട് എന്ന് ഞങ്ങൾ സമ്മതിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ സ്വാർത്ഥമായിരിക്കുന്ന താല്പര്യങ്ങളാണ്. മറ്റുള്ള മുൻപിൽ ഞങ്ങളെ തന്നെ ഉയർത്തുവാനുള്ള ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. എന്നാൽ ഹൃദയങ്ങളെ അറിയുന്ന ദൈവത്തിന് മുൻപാകെ ദൈവനാമ മഹത്വത്തിനായി പ്രവർത്തിക്കുവാൻ ഈ ബാഹ്യമായി കാണുന്ന വലിയ പ്രകടനങ്ങളും പ്രഹസനങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് സത്യസന്ധമായി സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ.